ഗായ്സ്, ലക്ഷദ്വീപിലെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ലക്ഷദ്വീപ് ഹൽവ ഇതിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ഇതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് മൂത്ത കരിക്ക്, അതായത് തേങ്ങയാവാത്ത എന്നാൽ മൂത്ത കരിക്കാണ്. അതെടുത്ത് ചിരണ്ടിയിട്ട് നമ്മളൊന്ന് വീഡിയോ എടുക്കാനായിട്ട് ചെറിയൊരു പോർഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ കുറച്ചെടുത്ത് ഒരു 2 മൂത്ത കരിക്ക് എടുത്ത് നമ്മൾ ചിരണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അത് വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇളക്കാനായിട്ട് നമ്മൾ നോർമൽ സ്പൂൺ അല്ല യൂസ് ചെയ്യുന്നത്. നമ്മുടെ മടൽ വെട്ടി അതെടുത്തിട്ടാണ് നമ്മളിത് ഇളക്കുന്നത്. അപ്പം നമ്മൾ തേങ്ങ ചിരണ്ടി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ രണ്ടാമത്തെ ചേരുവയെന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് നമ്മൾ ദ്വീപ് ശർക്കര അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ശർക്കര വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നോർമൽ ശർക്കരയാണ്. അതൊരു പാനിയാക്കി വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ആ പാനി കുറച്ച് തിക്കായിട്ട് വരുന്നിടം വരെ നമ്മളൊന്ന് ജസ്റ്റ് ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ ചിരണ്ടി വെച്ചിരിക്കുന്ന മൂത്ത കരിക്ക് ഇടണം. എന്നിട്ട് പിന്നെ ഇത് ഇളക്കുന്ന പോർഷനാണ്. ഇത്